ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ പവർ ടു ദ പീപ്പിൾ, അധികാരം ജനങ്ങൾക്ക് എന്ന 8ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് പൂക്കോട്ടുമല എന്ന ചെറിയ ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതിനെ നമ്മൾ പൂക്കോട്ടുമല മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പൂക്കോട്ടുമലയിൽ സംഭവിച്ചത്? 11th വാർഡ് വിൽ ബി ഡിക്ലെയർഡ് ഫിലമെൻറ്റ് ഫ്രീ സോൺ ടുഡേ. 11ാമത്തെ വാർഡ് ഫിലമെൻറ്റ് ഫ്രീ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഫിലമെൻറ്റ് ഫ്രീ സോൺ? പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫിലമെൻറ്റ് ബൾബുകളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഫിലമെൻറ്റ് ബൾബുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ്? ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് വൈദ്യുതി നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ഫിലമെൻറ്റ് ബൾബ് പെട്ടെന്ന് തന്നെ ചൂടാകുന്നു, അതുമൂലം വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു. എന്നാൽ ഈ ഫിലമെൻറ്റ് ബൾബ് മാറ്റി നമ്മൾ LED ബൾബ്, അതുപോലെ മറ്റ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൾബുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പൂക്കോട്ടുമലയിലെ 11ാമത്തെ വാർഡിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ഫിലമെൻറ്റ് ബൾബ് പോലും കാണാൻ സാധിക്കില്ല. എല്ലാത്തിനെയും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റ് ബൾബുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. സോ പൂക്കോട്ടുമലയിലെ 11ാമത്തെ വാർഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് ഈസ് ഫിലമെൻറ്റ് ഫ്രീ സോൺ. ഓക്കെ. അതേപോലെ പച്ചത്തുരുത്ത് പ്രോജക്റ്റ് ടു ബി ഇനാഗുറേറ്റഡ് ഇൻ ദ 5th വാർഡ് ടുഡേ. 5ാമത്തെ വാർഡിൽ പച്ചത്തുരുത്ത് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്താണ് പച്ചത്തുരുത്ത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പരിസരത്തെല്ലാം മരങ്ങളും ചെടികളും അതുപോലെ ചെറിയ ചെറിയ കാടുകളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പച്ചത്തുരുത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ പൂക്കോട്ടുമലയിലെ 5ാമത്തെ വാർഡിൽ സംഭവിച്ചത് എന്താണ്? പച്ചത്തുരുത്ത് പ്രോജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. സോളാർ പാർക്സ് ഇൻ ഈച്ച് വാർഡ്. പൂക്കോട്ടുമല എന്ന ഗ്രാമത്തിലെ എല്ലാ വാർഡിലും സോളാർ പാർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. പൂക്കോട്ടുമല ദ ഫസ്റ്റ് വാർഡ് വിൽ ബി ഗാർബേജ് ഫ്രീ ഹിയർ ആഫ്റ്റർ. ഇനി മുതൽ 1ാം വാർഡിൽ ഗാർബേജുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ നിന്നും ഗാർബേജ് അല്ലെങ്കിൽ എന്താണ് മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. Now the efforts of the Janakiya Samiti has reaped the result. പൂക്കോട്ടുമല will not be an arid village anymore. അതായത് പൂക്കോട്ടുമല ഇനി ഒരു തരിശ് ഗ്രാമമായിരിക്കില്ല. ഇത് ജനകീയ സമിതിയുടെ എന്താണ് കഠിനമായ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അവരുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം മൂലമാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് പൂക്കോട്ടുമല എന്ന ഗ്രാമത്തിൽ സംഭവിച്ച വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ പൂക്കോട്ടുമലയിൽ നടന്ന ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം വികസനമാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അതായത് സുസ്ഥിര വികസനം. നാളത്തെ തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു വികസന പ്രവർത്തനമല്ല, നാളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് പൂക്കോട്ടുമലയിൽ നടന്നത്. അതേപോലെ ഈ വികസന പ്രവർത്തനത്തിൽ ജനകീയ പങ്കാളിത്തമുണ്ടായിരുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ അതൊരു വലിയ ഘടകമാണ്. അതുകൊണ്ടാണ് പൂക്കോട്ടുമലയിൽ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള സുസ്ഥിര വികസനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടന്നത്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഡെവലപ്മെൻറ്റ് ഓഫ് വാട്ടർ ഷെഡ്സ് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ വികസനം, ഗ്രീനറി ഇൻ ഓൾ വാർഡ്സ്, എല്ലാ വാർഡുകളിലും നമ്മൾ പച്ചത്തുരുത്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിലൂടെ എല്ലാ വാർഡിലും ഗ്രീനറി അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞു. പിന്നെ എന്താണ്? എയറിഡ് ഫ്രീ വില്ലേജസ്, ഗ്രാമങ്ങളെല്ലാം തന്നെ എങ്ങനെയാക്കി? എയറിഡ് ഫ്രീ ആക്കി. അതായത് തരിശ് രഹിത ഭൂമിയാക്കി മാറ്റി. എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മണ്ണിനെ പാകപ്പെടുത്തിയെടുത്തു. പിന്നെ ജലസമൃദ്ധി പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതേപോലെ ഗ്രാമം എന്തായി? ഫിലമെൻറ്റ് ഫ്രീ ആയി. ഫിലമെൻറ്റ് ബൾബുകൾക്ക് പകരമായിട്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൾബുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദീസ് ഡെവലപ്മെൻറ്റ്സ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ വേരിയസ് വാർഡ്സ് ഓഫ് പൂക്കോട്ടുമല വിത്ത് ദ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് റെൻഡേർഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പൂക്കോട്ടുമലയിൽ ഇത്തരത്തിലുള്ള സുസ്ഥിര വികസനങ്ങളെല്ലാം ജനകീയ പങ്കാളിത്തത്തോടു കൂടി നടത്താനായിട്ട് സാധിച്ചത്. മനസ്സിലായല്ലോ? Now, what are the factors that have become the driving force behind the developmental progress of പൂക്കോട്ടുമല village?
പൂക്കോട്ടുമല വില്ലേജിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭാസ്. പൂക്കോട്ടുമല വില്ലേജിലെ ജനങ്ങൾ ഗ്രാമസഭയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു വില്ലേജിലെ എല്ലാ ജനങ്ങളും ഗ്രാമസഭയിൽ പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചു. ഇനി ദ പ്ലാനിങ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ്. ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ ആസൂത്രണത്തോടു കൂടി ഇടപെട്ടത് മൂലമാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് പൂക്കോട്ടുമല ഗ്രാമത്തിൽ സംഭവിച്ചത്. ആൻഡ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം കാരണമാണ് പൂക്കോട്ടുമലയിൽ ഇത്തരത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. സോ ഇനി നമുക്ക് എന്താണ് ഗ്രാമസഭ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, പൂക്കോട്ടുമല ഗ്രാമത്തിലെ വികസന പ്രവർത്തനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഗ്രാമസഭയിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഗ്രാമസഭ? ഇറ്റ് ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഹു ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവറി ഗ്രാമപഞ്ചായത്ത്. എല്ലാ ഗ്രാമപഞ്ചായത്തിനെയും നമുക്ക് നിരവധി വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓരോ വാർഡിലും ആരുണ്ട്? വോട്ടേഴ്സ് ഉണ്ട്, അതായത് വോട്ട് ചെയ്യാൻ അവകാശമുള്ള ജനങ്ങൾ. 18 വയസ്സ് പൂർത്തിയായവരെയാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുക. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ ഗ്രാമസഭയിലെ അംഗങ്ങളായിരിക്കും. സോ ഗ്രാമസഭ, ഇറ്റ് ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഹു ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവറി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമസഭ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓരോ ഗ്രാമപഞ്ചായത്തിലും നിരവധി വാർഡുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ വാർഡിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സഭയാണ് എന്ത്? ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി നഗരങ്ങളിൽ ഈ ഗ്രാമസഭയെ നമ്മൾ വാർഡ് സഭ എന്നാണ് പറയുന്നത്. ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമസഭ എന്ന് പറയുന്നു, നഗരങ്ങളിലാണെങ്കിൽ എന്തു പറയും? വാർഡ് സഭ എന്ന് പറയും. ഇനി ഈ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓരോ വാർഡിലും ഒരു ഹെഡ് ഉണ്ട്, അല്ലെങ്കിൽ അയാളെ നമ്മൾ വാർഡ് മെമ്പർ എന്ന് പറയും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് ഈ വാർഡ് മെമ്പർ. അങ്ങനെ വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. ഇനി ആരാണ് ഗ്രാമസഭയുടെ മീറ്റിംഗ്സ് ഹെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൂ പ്രിസൈഡ്സ് ദ മീറ്റിംഗ്സ് ഓഫ് ഗ്രാമസഭ? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭ മീറ്റിംഗ്സിനെ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ. In Grama Sabha, the day-to-day problems of people would also be discussed apart from the discussion on the development of the locality. അതായത് ഗ്രാമസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം? ആ ഒരു ലൊക്കാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതുമാത്രമാണോ അവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്? അല്ല. ഓരോ ജനങ്ങളുടെയും ദിവസേനയുള്ള പ്രശ്നങ്ങളും നമുക്ക് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു വാർഡിലെ എല്ലാ വോട്ടേഴ്സും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വാർഡിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതുമാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് ഈ ഗ്രാമസഭയിൽ പറയാനായിട്ട് സാധിക്കും. ഗ്രാമസഭ ഈസ് കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. അതായത് അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോഴെങ്കിലും ഗ്രാമസഭ മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുണ്ട്. ഗ്രാമസഭ ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ എൻഷുറിങ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് എമംഗ് സിറ്റിസൺസ്. നമ്മൾ പറഞ്ഞു ഗ്രാമസഭയിൽ ആരൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓരോ വാർഡിലുമുള്ള വോട്ടേഴ്സാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാ അംഗങ്ങൾക്കും ഗ്രാമസഭയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ സിറ്റിസൺസിനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും ഈക്വൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്ന, അവരുടെ അവകാശങ്ങൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു വേദിയാണ് ഗ്രാമസഭ. എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം, എല്ലാവർക്കും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഗ്രാമസഭയെ കണക്കാക്കുന്നത്.
ഗ്രാമസഭ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതായത് ജനങ്ങൾക്ക് ഇവിടെ അധികാരമുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കാനും ഒക്കെയുള്ളൊരു അവകാശം ശരിക്കും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനങ്ങൾക്കുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ഗ്രാമസഭയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു വേദിയാണ് ഗ്രാമസഭ. ഓക്കെ, സോ ഗ്രാമസഭ നീഡ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സിറ്റിസൺസ്. ഗ്രാമസഭ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമുണ്ടാകണമെങ്കിൽ എല്ലാ സിറ്റിസൺസും അല്ലെങ്കിൽ എല്ലാ വോട്ടേഴ്സും ഗ്രാമസഭയിൽ പങ്കെടുക്കുക തന്നെ വേണം. അപ്പോൾ എന്താണ് ഗ്രാമസഭ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഗ്രാമങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്കുണ്ടായിരുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. My idea of village Swaraj is that it is a complete republic, independent of its neighbors for its own vital wants, and yet interdependent for many others in which dependence is a necessary. അതായത് ഗാന്ധിജി എങ്ങനെയുള്ളൊരു ഗ്രാമത്തെയാണ് സ്വപ്നം കണ്ടത്? സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമത്തെ, അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് ഗ്രാമങ്ങളെ ആശ്രയിക്കാത്ത ഒരു ഗ്രാമത്തെ, ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ഗ്രാമത്തെ, അങ്ങനെ പൂർണ്ണ റിപ്പബ്ലിക്കായ ഒരു ഗ്രാമത്തെയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. Thus every village's concern will be to grow its own food crop and cotton for its cloth. അങ്ങനെ ഒരു ഗ്രാമം സ്വയം പര്യാപ്തമാകണമെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവർ തന്നെ ഉൽപ്പാദിപ്പിക്കണം, അല്ലേ? അപ്പോൾ ഏതൊരു ഗ്രാമത്തിലെ ജനങ്ങൾക്കും ഏറ്റവും ആവശ്യം ഭക്ഷണവും വസ്ത്രവുമാണ്. സോ അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ ഫുഡ് ക്രോപ്സ് അവർ തന്നെ വളർത്തിയെടുക്കണം. അവർക്ക് ആവശ്യമായ വസ്ത്രത്തിനുള്ള പരുത്തിയും അവർ തന്നെ വളർത്തിയെടുക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എ റിസർവ് ഫോർ കാറ്റിൽ. അതായത് ഒരു ഗ്രാമത്തിന് ആവശ്യമായ കന്നുകാലികൾ ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. അതേപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാനുള്ള റിക്രിയേഷൻ സെൻറ്റേഴ്സും പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ കളിക്കളങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. ദെൻ ഇഫ് ദർ ഈസ് മോർ ലാൻഡ് അവൈലബിൾ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും ലാൻഡ് അല്ലെങ്കിൽ പിന്നെയും ഭൂമി മിച്ചമുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗ്രോ യൂസ്ഫുൾ മണി ക്രോപ്സ്. എങ്കിൽ പിന്നെ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന വിളകളെല്ലാം ബാക്കി മിച്ചം വരുന്ന സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഒരു സ്വയം പര്യാപ്ത ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. ഇതിനെക്കുറിച്ച് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗാന്ധിയുടെ പത്രമായ ഹരിജനിലാണ്. ഓക്കെ, സോ ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. അതിലാണ് എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജിയുടെ സ്വപ്നത്തിലുള്ള ഒരു വില്ലേജ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, now Gandhi believed that soul of India lies in the villages and that the country can make progress only through the development of the villages. അതായത് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിന് വികസനം ഉണ്ടാകുകയുള്ളൂ എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. വില്ലേജസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യ ഭരണമാണ്. സോ ജനാധിപത്യ ഭരണത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? വില്ലേജസ് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നാണ്. Therefore, the welfare of people increases with the increase of the power of പഞ്ചായത്ത്. പഞ്ചായത്തിന് എത്രത്തോളം പവർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിന് എത്രത്തോളം അധികാരം ലഭിക്കുന്നു അത്രത്തോളം തന്നെ ജനക്ഷേമവും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ജനങ്ങൾക്ക് അത്രയും ക്ഷേമം ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഗാന്ധിജി കൺസിഡേർഡ് ഗ്രാമ സ്വരാജ് ആസ് എ സെൽഫ് ഗവേണിംഗ് ബോഡി. അതായത് ഒരു സ്വയം ഭരണ സ്ഥാപനമായിട്ടാണ് ഗ്രാമസ്വരാജിനെ ഗാന്ധിജി വിലയിരുത്തിയത്. Decentralization of power is a means to realize the concept of ഗ്രാമ സ്വരാജ് as envisioned by ഗാന്ധി. അതായത്
ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണമാണ്. അതായത് ഒരാളിൽ തന്നെ അധികാരം കേന്ദ്രീകരിച്ച് വയ്ക്കാതെ എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അങ്ങനെ അധികാരം വിഭജിച്ച് നൽകിയാൽ മാത്രമേ ഗ്രാമസ്വരാജ് എന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു കേന്ദ്രത്തിൽ മാത്രം അധികാരം കൊടുക്കാതെ ഗ്രാമങ്ങളിലേക്കെല്ലാം ജനങ്ങളിലേക്കും അധികാരം എത്തണമെങ്കിൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടായിരിക്കണം. അതിലൂടെ മാത്രമേ ഗ്രാമസ്വരാജ് സാധ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ കൺസെപ്റ്റ് ഓഫ് ഗ്രാമസ്വരാജ് ഗെറ്റ് മെറ്റീരിയലൈസ്ഡ് വെൻ ദ പവർ ഇസ് ഡീസെൻട്രലൈസ്ഡ് ടു ദ പീപ്പിൾ. അതായത് അധികാരം ജനങ്ങളിലേക്ക് വിഭജിച്ച് നൽകിയാൽ മാത്രമാണ് ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഒരു ഗ്രാമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു കൊളാഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞു, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ ഒരാളിൽ തന്നെ എല്ലാ അധികാരവും കൊടുക്കാതെ മറ്റുള്ളവരിലേക്ക് അത് വിഭജിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഇവിടെ അധികാരം വിഭജിച്ച് ജനങ്ങളിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഗ്രാമത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത് ഇൻ്റർവെൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടതോടുകൂടി ആ ഒരു വില്ലേജിലെ പാലം പണിയുന്നത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ സ്പെഷ്യൽ കമ്മിറ്റി ഇൻ ഗ്രാമസഭ ടു ഐഡൻറ്റിഫൈ ദ ഡിസേർവിംഗ്. സ്വപ്നഭവനം പ്രോജക്റ്റ് ബിക്കംസ് എ റിയാലിറ്റി. സ്വപ്നഭവനം പ്രോജക്റ്റ്, അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഗ്രാമസഭ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി. അങ്ങനെ ആ ഒരു പ്രോജക്റ്റ് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റി. The Ward Development Committee becomes active, drinking water available for all. അതായത് വാർഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് മൂലം എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചു. ഫാർമേഴ്സ് കളക്റ്റീവ് അലൈവ്, അതായത് കർഷക കൂട്ടായ്മ ഉണർന്ന് പ്രവർത്തിച്ചത് മൂലം പാടത്ത് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. പീപ്പിൾ ടേക്ക് ഇനീഷ്യേറ്റീവ്, ഷെയ്ഡ് ബ്ലൂംസ് ഓൺ ദ റോഡ് സൈഡ്. അതായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി റോഡ് സൈഡിൽ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിച്ചു. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസസ്, വില്ലേജ് റോഡ് സെറ്റ് ഫോർ സർവീസ്. അതായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി വില്ലേജ് റോഡ്സിൻ്റെ പണി പൂർത്തിയാക്കി അതിലൂടെ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. സോ ജനങ്ങൾക്ക് നമ്മൾ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ വില്ലേജസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനമായി മാറും. സോ അധികാര വികേന്ദ്രീകരണത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So, democracy becomes meaningful when the power is decentralized to all people and not simply vested with some. അതായത് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്നത് അർത്ഥവത്താവണമെങ്കിൽ പവർ അല്ലെങ്കിൽ അധികാരം ജനങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ച് നൽകണം. അതായത് ജനങ്ങളിലേക്ക് വിഭജിച്ച് കൊടുക്കണം. ആൻഡ് നോട്ട് സിംപ്ലി വെസ്റ്റഡ് വിത്ത് സം. കുറച്ച് ആളുകളിൽ മാത്രമായിട്ട് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഡെമോക്രസി എന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ജനാധിപത്യം എന്ന ഒരു കാര്യം അർത്ഥവത്താകുകയില്ല. Thus, in a political or administrative system, the transfer of power legally to the people to take decisions and execute them is called decentralization of power. അതായത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ, ഒരു ഭരണഘടനാപരമായ ഒരു സംവിധാനത്തിൽ ലീഗലി അല്ലെങ്കിൽ നിയമപരമായി തന്നെ നമ്മൾ അധികാരം ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നൽകണം. എന്തിനു വേണ്ടി? ഓരോ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. സോ ഇതാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം സാധ്യമാകണമെങ്കിൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇപ്പം നമ്മൾ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ എന്താണ് സെൻട്രലൈസേഷൻ ഓഫ് പവർ?
The power to take decisions and execute them in administrative matters is centered on some people is called centralization of power. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാനുമുള്ള അധികാരം കുറച്ച് ആളുകളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുമ്പോഴാണ് അതിനെ അധികാര കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഹിയർ ദ കോമൺ പീപ്പിൾ കമ്പാരിറ്റീവ്ലി ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. അതായത് ഭരണപരമായ കാര്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് യാതൊരു അവസരവും സെൻട്രലൈസേഷൻ ഓഫ് പവർ ഉള്ള ഒരു സംവിധാനത്തിൽ ലഭിക്കുകയില്ല. ഓക്കെ, സോ ഇവിടെ ഡെമോക്രസി പോസിബിൾ ആവില്ല. അതായത് ജനാധിപത്യം എന്ന ഒരു സ്വപ്നം സെൻട്രലൈസേഷൻ ഓഫ് പവർ ഉള്ള സ്ഥലങ്ങളിൽ സാധ്യമാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക വികസനമാണ്. അതായത് ഗ്രാമങ്ങൾ പോലുള്ള ചെറിയ ഘടകങ്ങളുടെ വികസനം. ഇത് അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. സോ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് എന്താണ്? ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാമം എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമായിരിക്കും. എന്നാൽ നമുക്കെല്ലാം കൂടി ഒറ്റയടിക്ക് ചിലപ്പോൾ നടത്തിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുൻഗണന നിശ്ചയിച്ച് ഏതാണോ ആദ്യം വേണ്ടത് അത് ആദ്യം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് വുമൺ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. അതായത് ഇപ്പോൾ സെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ് ഉള്ളത് എങ്കിൽ കുറച്ച് പേർക്ക് മാത്രമാണ് അധികാരം ലഭിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അതേപോലെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാർക്കൊന്നും ഭരണത്തിലോ അല്ലെങ്കിൽ നേതൃത്വപരമായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിചയമൊന്നും ലഭിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾക്കും അതേപോലെ തന്നെ മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊക്കെ നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു എന്നുള്ളത്. ഓക്കെ, നൗ അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ എക്കണോമി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഇനി അവസാനത്തേതാണ് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിലൂടെ ലഭിക്കുന്നു. ഓക്കെ, സോ എന്തൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമത്തേതാണ് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. മൂന്നാമത്തേത് വുമൺ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. നാലാമത്തേതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ എക്കോണമി. അഞ്ചാമത്തേതാണ് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇനി അടുത്തതായി ഡീസെൻട്രലൈസേഷൻ ഓവർ ദ ഇയേഴ്സ് അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ നാൾ വഴി അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. The Panchayat was a rural administrative arrangement that had existed in our country since ancient times. ഏൻഷ്യൻ്റ് ടൈംസ് അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ദേ വേർ ദ ഫോക്കൽ പോയിൻറ്റ്സ് ഓഫ് റൂറൽ ലൈഫ്. ഗ്രാമീണ ജീവിതത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. The word panchayat was formed from the Sanskrit word pancha and ayat. അതായത് പഞ്ചായത്ത് എന്ന് പറയുന്നത് സംസ്കൃത വാക്കുകളിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പഞ്ച അല്ലെങ്കിൽ അഞ്ച് എന്നർത്ഥം വരുന്ന പഞ്ച എന്ന വാക്കിൽ നിന്നും മീറ്റിംഗ് എന്നർത്ഥം വരുന്ന ആയത് എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് പഞ്ചായത്ത് എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. With the dominance of British rule, the panchayat system became weakened. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യമായ ഇന്ത്യ.
ആ ഒരു സമയത്ത് ഈ പഞ്ചായത്ത് സിസ്റ്റം വളരെയധികം വീക്കനായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. However, it was a reform introduced by Lord Ripon in 1882 that revived the local self-government system. എന്നാൽ 1882 ലോർഡ് റിപ്പൺ ആണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സിസ്റ്റം വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ലോർഡ് റിപ്പൺ എന്ന് പറയുന്നതും ഒരു ബ്രിട്ടീഷ് റൂളറായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന. ഓക്കെ, when the Government of India Act came into existence in 1935, the local self-government bodies were given more power and they were restructured. അതായത് 1882 ലോർഡ് റിപ്പൺ വീണ്ടും ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ അധികാരം ലഭിച്ചതും അതേപോലെ ആ ഒരു സിസ്റ്റം കൂടുതൽ റീസ്ട്രക്ചർ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, സോ ഇതാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് സിസ്റ്റം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. ഓക്കെ, ഇനി അടുത്തതായി ഡീസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The formation of panchayats is referred to in the Article 40 as part of directive principles in the Constitution of India. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്തിൽ ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രാജ്യം നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പരാമർശിക്കുന്നത്. However, the absence of a strong local administrative system adversely affected rural development in India. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിൻ്റെ റൂറൽ ഡെവലപ്മെൻറ്റിനെ വളരെ മോശമായ രീതിയിലാണ് ബാധിച്ചത്. Several committees were constituted to resolve this and to strengthen the local self-government system. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാമീണ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയും നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. സോ ഈ 2 കമ്മിറ്റീസ് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്? തദ്ദേശ ഭരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 കമ്മിറ്റീസും ഫോം ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ തദ്ദേശ ഭരണ സംവിധാനം വളരെ വീക്കായിരുന്നത്? അതിന് കാരണം ഇതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രാജ്യം നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ നിർബന്ധമായും ഒരു സമയത്ത് നടപ്പിലാക്കണം എന്ന് നിയമവുമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾ ഒരു രാജ്യത്ത് നടപ്പിലാക്കിയില്ല എന്ന് വിചാരിച്ച് നമുക്കതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നിയമപ്രകാരം അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ ഉള്ള മറ്റൊരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്കത് കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ലഭിക്കാത്തതെങ്കിൽ നമുക്കത് കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഓരോ സമയത്ത് വരുന്ന ഗവൺമെൻറ് അവർക്ക് നടപ്പിലാക്കണം എന്ന് തോന്നിയാൽ അവർ നടപ്പിലാക്കും, ഇല്ലെങ്കിൽ നമുക്കതിനെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇതിനൊരു നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും ഇത് ലഭ്യമാവുന്നതാണ്.
സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പല കമ്മിറ്റീസ് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് രൂപീകരിച്ചത്. അങ്ങനെയുള്ള 2 കമ്മിറ്റീസാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, അതായത് 3 ടയറുള്ള അല്ലെങ്കിൽ 3 ലെവലുള്ള ഒരു പഞ്ചായത്ത് സിസ്റ്റമാണ് ബൽവന്ത് റായ് മേത്ത മുന്നോട്ട് വെച്ചത്. അതിലെന്തൊക്കെയാണുള്ളത്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, അതേപോലെ ഡിസ്ട്രിക്ട് പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത്. ഓക്കെ, സോ 3 ലെവൽസ് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, അതേപോലെ ഡിസ്ട്രിക്ട് പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയും. ഇനി രണ്ടാമത്തെ റെക്കമെൻഡേഷനാണ് പവർ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ്. അതായത് പ്ലാൻ ചെയ്യാനും അതിനെ നടപ്പിലാക്കാനുമുള്ള അധികാരം ആർക്ക് കൊടുക്കണം? പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകണം. അതേപോലെ തന്നെ സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്തിന് കൊടുക്കേണ്ട അധികാരം എന്താണ്? സൂപ്പർവിഷനും അതേപോലെ ഓർഗനൈസേഷനുമാണ്. എന്നാൽ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആർക്ക് കൊടുക്കണം? പഞ്ചായത്ത് കമ്മിറ്റീസിന് കൊടുക്കണം. ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്തിൽ ഡയറക്റ്റ് ഇലക്ഷൻ നടത്തണം. അതായത് ജനങ്ങൾ നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള ഇലക്ഷൻ ആയിരിക്കണം ഗ്രാമപഞ്ചായത്തിൽ നടത്തേണ്ടത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റീസ്. എന്നാൽ മറ്റ് 2 ലെവലിൽ ഡിസ്ട്രിക്ട് പരിഷത്തിലും അതേപോലെ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് നടത്തേണ്ടത്. സോ ബൽവന്ത് റായ് മേത്ത എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തത്? ഒരു 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം വേണം. അത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, അതേപോലെ ഡിസ്ട്രിക്ട് പരിഷത്ത്. ഇനി പവർ ഫോർ പ്ലാനിങ്ങും അതേപോലെ എക്സിക്യൂഷനും പഞ്ചായത്ത് കമ്മിറ്റീസിന് കൊടുക്കണം. സൂപ്പർവിഷനും ഓർഗനൈസേഷനും ഡിസ്ട്രിക്ട് പരിഷത്തിനാണ് കൊടുക്കേണ്ടത്. ഗ്രാമപഞ്ചായത്തിൽ ഡയറക്റ്റ് ഇലക്ഷൻ നടത്തണം, അതായത് ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കണം. എന്നാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് ഡിസ്ട്രിക്ട് പരിഷത്തിലും അതേപോലെ പഞ്ചായത്ത് കമ്മിറ്റിയിലും നടത്തേണ്ടത്. ഇനി അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. 1978 അശോക് മേത്ത കമ്മിറ്റി വരുന്നത്. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ്? 2 ടയർ സിസ്റ്റമാണ് അശോക് മേത്ത റെക്കമെൻഡ് ചെയ്തത്. ബൽവന്ത് റായ് മേത്ത ഒരു 3 ടയർ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തപ്പോൾ അശോക് മേത്ത 2 ടയർ സിസ്റ്റമാണ് റെക്കമെൻഡ് ചെയ്തത്. അത് ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തും. ഓക്കെ, ഇനി അടുത്ത റെക്കമെൻഡേഷൻ ആണ് ഡിസ്ട്രിക്ട് പരിഷത്ത് ഷാൽ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. ജില്ലാ തലത്തിലുള്ള എല്ലാ ആസൂത്രണവും ആരാണ് അതിൻ്റെ ചാർജ് എടുക്കേണ്ടത്? ഡിസ്ട്രിക്ട് പരിഷത്താണ്. മണ്ഡൽ പഞ്ചായത്ത്സ് ആർ ഇൻ ചാർജ് ഓഫ് വില്ലേജസ് അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് മണ്ഡൽ പഞ്ചായത്തുകളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്നും അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഈ പഞ്ചായത്ത് സിസ്റ്റത്തിൽ 2 ടയർ സിസ്റ്റമാണ് അശോക് മേത്ത റെക്കമെൻഡ് ചെയ്തത്. ഈ 2 ടയറിലും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും റിസർവേഷൻ നൽകണമെന്ന് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ 2 കമ്മിറ്റീസിൻ്റെ നിർദ്ദേശങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലേ? Now, the Panchayati Raj system came into existence first in Rajasthan as per the recommendations of Balwant Rai Mehta Committee. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. Prime Minister Jawaharlal Nehru inaugurated the project in Nagaur district in Rajasthan on October 2nd, 1959. സോ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ആരംഭിക്കുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്.
ഇനി ദ പഞ്ചായത്തി രാജ് സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇൻ ദ സെയിം ഇയർ. ഈ സെയിം വർഷത്തിൽ തന്നെ 1959 തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിലും വെസ്റ്റ് ബംഗാളിലും പഞ്ചായത്തി രാജ് സിസ്റ്റം നടപ്പിലാക്കി. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. The delay in executing the recommendations of various committees regarding the decentralization of power throughout the country became an obstacle to the strengthening of local self-government bodies and the formation of a uniform structure there. അതായത് നിരവധി കമ്മിറ്റീസ് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഒക്കെ മുന്നോട്ട് വെച്ചു. ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കാനായിട്ട് സാധിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് അത്ര ശക്തി പ്രാപിച്ചതുമില്ല. റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാമീണ വികസനം നല്ല രീതിയിൽ സാധ്യമാക്കാനായിട്ട് സാധിച്ചില്ല. Therefore, it was decided to give a constitutional power to the local self-government bodies. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അധികാരം അല്ലെങ്കിൽ ഭരണഘടനാ പദവി നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഭരണഘടനാ പദവി നൽകണമെങ്കിൽ നമുക്ക് വെറുതെ അങ്ങോട്ട് പദവി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് നിലവിലുള്ള ഭരണഘടനയെ നമുക്ക് ഭേദഗതി ചെയ്യേണ്ടി വരും. ഓക്കെ, the local self-government bodies got more powers with the 73rd and 74th amendment of Constitution in 1992. അങ്ങനെ 1992 ഇന്ത്യൻ ഭരണഘടനയിൽ 73-ാമതും 74-ാമതുമായി 2 ഭേദഗതികൾ കൊണ്ടുവന്നു. അതിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകി അല്ലെങ്കിൽ അവർക്ക് ഭരണഘടനാ പദവി നൽകി. ദ പഞ്ചായത്തി രാജ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ 73rd അമെൻമെൻറ്റ്. പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം തന്നെ 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നു. whereas the നഗർപാലിക ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് 74th അമെൻമെൻറ്റ്. 74-ാമത്തെ ഭേദഗതിയിലൂടെ നഗർപാലിക നിയമവും കൊണ്ടുവരുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്തിൽ ആർട്ടിക്കിൾ 40-ൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നു. അതിനെ പിന്നീട് 2 ഭേദഗതികൾ നടത്തിക്കൊണ്ട് 73-ാമതും 74-ാമതും ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് നമ്മൾ എന്തു കൊടുത്തു? ഭരണഘടനാ സാധുത അല്ലെങ്കിൽ ഭരണഘടനാ പദവി നൽകി. ഓക്കെ, സോ ഇതിലൂടെ പഞ്ചായത്തി രാജ് ആക്റ്റും അതേപോലെ നഗർപാലിക ആക്റ്റും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതായത് ഇവിടെ ഇങ്ങനെ 2 നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഈ നിയമം നടപ്പിലാക്കുക തന്നെ വേണം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ 2 ഭരണഘടനാ ഭേദഗതികളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഞ്ചായത്തി രാജ് സിസ്റ്റം, ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് ഗ്രാമസഭാസ്, ഗ്രാമസഭകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് 73-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ്. അതേപോലെ ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 വർഷമാണ്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ സ്ത്രീകളുടെ റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ഷൻ ചാർജ് വാസ് ഗിവൻ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അത് നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലാതെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും അവരവരുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും അതാത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ
ചാർജ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് അവരായിരിക്കും നടത്തുന്നത്. അതേപോലെ ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അത് ഓരോ 5 വർഷത്തിലും രൂപീകരിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, 3 ടയർ പഞ്ചായത്ത് സിസ്റ്റമാണുള്ളത്. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്ത്, ലാസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഓക്കെ, ഇതാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ എന്താണ് പറയുന്നത്? നഗർപാലിക സിസ്റ്റത്തെ കുറിച്ചാണ്. ഇതിലാണ് ഫോർമേഷൻ ഓഫ് വാർഡ് സഭാസ്. നഗർപാലിക എന്ന് പറയുമ്പോൾ സിറ്റീസ് അല്ലെങ്കിൽ നഗരങ്ങളിലെ കാര്യമാണ്. നഗരങ്ങളിൽ ഗ്രാമസഭ എന്നല്ല പറയുന്നത്, വാർഡ് സഭ എന്നാണ് പറയുന്നത്. ഇവരുടെയും കാലാവധി 5 വർഷമാണ്. ഇതിലും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും അതേപോലെ സ്ത്രീകളുടെയും റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെയും ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ 5 വർഷത്തിലൊരിക്കൽ ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. ഇവിടെ 2 ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആണുള്ളത്. ഇവിടെ 3 ടയർ ആയിരുന്നു, എന്നാൽ നഗർപാലിക സംവിധാനത്തിൽ 2 ടയറാണുള്ളത്. ഒന്ന് നഗർ പഞ്ചായത്തും മറ്റൊന്ന് മുനിസിപ്പൽ കൗൺസിലും, അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇൻ കേരള. ഓക്കെ, സോ 2 അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആണുള്ളത്. ഒന്ന് നഗർ പഞ്ചായത്താണ്, മറ്റൊന്ന് മുനിസിപ്പൽ കൗൺസിലാണ്. മനസ്സിലായല്ലോ? ഇനി കേരളത്തിലെ പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയ ആസൂത്രണത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. After the 73rd and 74th amendments of the Constitution, the process of decentralization of power introduced in Kerala in 1996 is known as People's Planning or Janakiya Asutranam. അതായത് കേരളത്തിലെ പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് എന്താണ്? ഈ 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കി 1996 അല്ലെങ്കിൽ കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. ദ പീപ്പിൾസ് പ്ലാനിംഗ് സിസ്റ്റം ഹാസ് ഗിവൺ മോർ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം വിച്ച് ഓൾസോ എൻഷുർഡ് മോർ ഒഫീഷ്യൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫണ്ട്സ് ടു ഇംപ്ലിമെൻറ്റ് ദം. അതായത് കേരളത്തിലെ പീപ്പിൾസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം വന്നതോടുകൂടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചു. അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായി. അവർക്ക് കൂടുതൽ ഒഫീഷ്യൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ടും ലഭ്യമായി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് 33% റിസർവേഷൻ ഇസ് അക്കോർഡഡ് ടു വുമൺ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റംസ്. ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരം 33% റിസർവേഷനാണ് സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകി വന്നത്. Further, as per the amendment of Panchayati Raj Act 2005, the representation of women in local self-government bodies was elevated to 50%. തുടക്കത്തിൽ സ്ത്രീകൾക്കുള്ള സംവരണം അല്ലെങ്കിൽ റിസർവേഷൻ 33% ആയിരുന്നുവെങ്കിൽ 2005 പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിലൂടെ ഈ 33% റിസർവേഷൻ എന്നുള്ളത് 50% മാറ്റി. അതേപോലെ 10% ഓഫ് ദ ടോട്ടൽ പ്ലാൻ ഫണ്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ടു പ്രോജക്ട്സ് എക്സ്ക്ലൂസീവ്ലി മെൻറ്റ് ഫോർ വുമൺ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഫണ്ടിലെ 10% സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കണം എന്ന ഒരു കാര്യം കൂടി വന്നു. കേരള thus became model for the country through the effective implementation of decentralization procedure. അതുപോലെ തന്നെ കേരളം ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് മാറി. ഇനി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടമകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ആദ്യത്തേത് രജിസ്റ്റർ ബേർത്ത് ആൻഡ് ഡെത്ത്സ്, അതായത് ജനനവും അതേപോലെ തന്നെ മരണവും രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. ഇനി രണ്ടാമത്തേത് കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇവരുടെ ഉത്തരവാദിത്തമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അതേപോലെ സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ്. പ്രൈമറി സ്കൂൾസിൻ്റെ ചുമതല ആർക്കാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അതേപോലെ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും വികസനം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്? സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, ഉദാഹരണത്തിന് ഒരു വീടോ അല്ലെങ്കിൽ ഒരു കടയോ അങ്ങനെ എന്തൊരു ബിൽഡിംഗ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും നമുക്കതിന് വേണ്ടി പെർമിഷൻ എടുക്കണം. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി അടുത്തതാണ് കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്. ഒരു പ്രദേശത്ത് ഉള്ള തദ്ദേശീയമായ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ്, അത് വലിയ കുളമാകാം അല്ലെങ്കിൽ തോടാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം, അതിനെ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും ആർക്കാണുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണുള്ളത്. ഇനി അടുത്തതാണ് ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് മാലിന്യ സംസ്കരണം. അതാത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിലെ ഗാർബേജ് ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുക. അതിലൂടെ ആ ഒരു ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ലാസ്റ്റായിട്ട് ഗ്രാൻറ്റിംഗ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്സ്, വളർത്തു നായകൾക്ക് ഉള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമാണ്. സോ അവരുടെ ഇൻകം സോഴ്സ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് ഇതിനുള്ള പണം ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫണ്ട്സ് ആൻഡ് ഗ്രാൻസ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്, അതായത് സംസ്ഥാന ഗവൺമെൻറ്റും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകളും ഗ്രാൻറ്റുകളും നൽകുന്നുണ്ട്. ഇത് അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. അതേപോലെ രണ്ടാമതായിട്ട് റവന്യൂ ഫ്രം ബിൽഡിംഗ് ടാക്സ്. ബിൽഡിംഗ് ടാക്സിൽ നിന്നും അവർക്ക് കുറച്ച് പണം ലഭിക്കും. അതേപോലെ പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊക്കെ നമ്മൾ എവിടെയാണ് അടയ്ക്കുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണ് നമ്മൾ ഇതെല്ലാം പേ ചെയ്യേണ്ടത്. സോ ഇത് അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇനി അടുത്തത് ദ ഫീ ഫ്രം ദ പെർമിറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ. ഒരു കാര്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമ്മളൊരു നിശ്ചിത ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഫീസും ആർക്ക് ലഭിക്കും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ലഭിക്കുന്നത്. ദ യൂസർ ഫീ ഫ്രം ബസ് സ്റ്റാൻഡ്സ്, മാർക്കറ്റ്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ് ഓൺഡ് ബൈ ദ പഞ്ചായത്ത്. അതായത് പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ചെറിയൊരു ഫീസ് അല്ലെങ്കിൽ ഒരു ടാക്സ് പോലെ പഞ്ചായത്തിന് അടക്കേണ്ടി വരും. ഇതും അവർക്കൊരു ഇൻകമാണ്. ദ ഫൈൻ ദാറ്റ് ഈസ് ലെവീഡ് ബൈ ദ പഞ്ചായത്ത് ഓൾസോ കംസ് അണ്ടർ ഇറ്റ് റവന്യൂ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എമൗണ്ട് പേ ചെയ്യാൻ ലേറ്റായി അങ്ങനെ വരുന്ന സമയത്ത് പഞ്ചായത്ത് നമുക്ക് ഫൈൻ ചുമത്തും. ആ ഫൈനും അവർക്കൊരു ഇൻകം ആയിരിക്കും. ഓക്കെ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ദാറ്റ് ആർ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് അപ്രൂവ് ആക്കുന്ന പലതരം ലോണുകളും ഇവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്. ഇനി അടുത്തതാണ് ദ ഷെയർസ് ഫ്രം ബെനിഫിഷ്യറീസ്, അതേപോലെ കോൺട്രിബ്യൂഷൻസ് ദാറ്റ് ആർ അക്സെപ്റ്റഡ് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ് കം അണ്ടർ ദ റവന്യൂ ഓഫ് പഞ്ചായത്ത്. സോ ഈ രീതിയിലൊക്കെയാണ് പഞ്ചായത്തിന് അവരുടെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പണം ലഭിക്കുന്നത്. ഓക്കെ, ഇനി അവസാനമായി നമ്മൾ പറയുന്നത് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? When we complete the quarter century of decentralization, instead of simply highlighting the achievements only, it is essential to identify the limitations and do what is required to act more effectively. അതായത് ഡീസെൻട്രലൈസേഷൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ഏകദേശം 75 വർഷത്തോളമാകുന്നു.
അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികളും ഈ ഒരു മേഖല നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദ മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗിവൺ ബിലോ. എന്തൊക്കെ ചലഞ്ചസ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തേതാണ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാൻ ഷെയർ ഇസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ ഒരു ഷെയർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കും. ഓക്കെ, ആ ഷെയർ കറക്റ്റ് ടൈമിൽ ലഭിച്ചില്ല എങ്കിൽ ഈ പദ്ധതിക്ക് ഡിലേ ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ ബാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഇസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി. അതായത് ചില സമയങ്ങളിൽ ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന സംഭവം കറക്റ്റായിട്ട് നടപ്പിലാക്കി എന്ന് വരില്ല. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് അവർക്ക് കിട്ടേണ്ട പവർ ലഭിക്കാതെ വരും. സോ അത് ഗ്രാമീണ വികസനത്തെ തന്നെ ബാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭാസ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഗ്രാമസഭയിൽ ഒരു വാർഡിലുള്ള എല്ലാ വോട്ടേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ, എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്ക് അവിടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് ഗ്രാമസഭ കൂടുന്ന ഒരു സ്ഥലത്ത് പോയി നോക്കിയാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ അവിടെ നമുക്ക് പറയാൻ സാധിക്കുക? അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്ത കുറവും ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിപ്പ് ഇൻ പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദ റൂറൽ സെക്ടർ. അതായത് പഞ്ചായത്തിന് ലഭിക്കുന്ന റവന്യൂയിലുണ്ടാവുന്ന കുറവ്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഇൻഅഡ്വിക്വൻസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ ഒരു വികസനത്തിനെല്ലാം നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. സോ ഇൻഅഡീക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.